Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. 2 സബ്ജക്ട്സിന്റെ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നമ്പർ 1 ഇൻകം ടാക്സ്, നമ്പർ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഒന്ന് പാസ് ആകണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ റിസർച്ച് മെത്തഡോളജി പേപ്പർ യൂഷ്വലി പ്യുവർ തിയറിയാണ് വരാറ്. നമ്മുടെ ഈ സിലബസ് പ്രകാരം 70% തിയറിയും 30% പ്രോബ്ലം ആണ്. ബട്ട് നമുക്ക് പ്രോബ്ലം സ്കിപ്പ് ചെയ്താലും നോ പ്രോബ്ലം. കാരണം SAക്ക് ആണെങ്കിലും 5 മാർക്സിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നാലും ഓപ്ഷൻസ് അപ്പുറത്തുണ്ട്. 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം ഇടാറുണ്ട്, നോ പ്രോബ്ലം. കാരണം അവിടെ തിയറി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം നോക്കി വെറുതെ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. തിയറി മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. 30% മാത്രമാണ് ആ പ്രോബ്ലത്തിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിതൊരു ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അപ്പോൾ അതിൻ്റെ കുറേ ഐഡിയ ഉണ്ടായിരിക്കും. ബട്ട് ഇവിടെ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ബേസിക്സ് ആണ് ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത്. റിസർച്ച് എന്താണ്, അതിൻ്റെ ടൈപ്സ്, അപ്രോച്ചസ്, സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ്, പ്രോസസ്സ്, ദെൻ ഫോർമുലേറ്റിംഗ് പ്രോബ്ലം, ലിറ്ററേച്ചർ, സർവേ, ഹൈപ്പോത്തസിസ്, പിന്നെ റിസർച്ച് ഡിസൈൻ, അതിൻ്റെ ടൈപ്സ്. ഇതൊക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക്, ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിൽ ഡെപ്തിൽ നമുക്ക് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരുപാട് നമുക്ക് വായിക്കാനുള്ള ഒരു മൊഡ്യൂളാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം നോക്കി വയ്ക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ്, പ്രോസസ്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് പഠിച്ചാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഈ സബ്ജക്റ്റ് എന്താണെന്നുള്ളതൊക്കെ. അതിനുശേഷം ഈ റിസർച്ച് ഡിസൈൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ ഡെപ്തിലുള്ള ഈ ടൈപ്സ് ഒക്കെ ഇല്ലേ, അത് നിങ്ങൾ ലാസ്റ്റ് പഠിച്ചാലും മതി. അതല്ലാണ്ട് ഈ ഓർഡറിൽ ഈ ചാപ്റ്റർ മൊത്തം വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അവിടെ നമ്മുടെ പോവും. അപ്പോൾ മിനിമം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ പ്രോസസ്സ്, സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ നോക്കി വയ്ക്കുക സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. ഓക്കെ, ഞാൻ എന്തെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾ നമ്പർ 1. അതിനുശേഷം പോപ്പുലേഷൻ, മൊഡ്യൂൾ നമ്പർ 2 പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. 3 പാർട്ടിലും ചോദ്യങ്ങൾ വരുന്നതാണ്. പോപ്പുലേഷൻ, സാമ്പിളിംഗ് തിയറി, അതിൻ്റെ ടെക്നിക്സ്, റാൻഡം സാമ്പിൾ, നോൺ റാൻഡം സാമ്പിളിംഗ്, സാമ്പിൾ സൈസ്, ദെൻ സാമ്പിളിംഗ് എറേഴ്സ്, നോൺ സാമ്പിളിംഗ് എറേഴ്സ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സാമ്പിൾ സൈസ്, അതൊക്കെയാണ്. പിന്നെ ഡാറ്റ കളക്ഷൻ, പ്രൈമറി, സെക്കൻഡറി, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്നെയർ എന്താണ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്താണ്, പിന്നെ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. പ്രോസസ് ഓഫ് മെഷർമെൻറ്റ്, ദെൻ വാരിയബിൾ, റേറ്റിംഗ് സ്കെയിൽ, ഒരുപാടുണ്ട്. പിന്നെ മൊഡ്യൂൾ നമ്പർ 4 മൊഡ്യൂൾ നമ്പർ 5 നമ്മൾ 3 പറഞ്ഞു, 4 പറഞ്ഞു, 5 പ്രോബ്ലംസ് കുറച്ച് വരുന്നത്. ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റേഷൻ, അതിൽ ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ടാബുലേഷൻ, പിന്നെ പ്രോബ്ലംസിൻ്റെ കുറച്ച് ഏരിയാസ് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്ന ഭാഗം. അപ്പം ഇങ്ങനെ 5 മൊഡ്യൂൾസ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, അതാണ് ഇതിൽ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കുന്നതും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയണം. ഞാൻ പറഞ്ഞു റിസർച്ചിൻ്റെ ബേസിക്സ് ആദ്യം നോക്കാൻ പറഞ്ഞില്ലേ ഞാൻ, മീനിങ്, ഒബ്ജക്റ്റീവ്സ്, സിഗ്നിഫിക്കൻസ്, പ്രോസസ്സ്, അത് ആദ്യം നോക്കി വയ്ക്കുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഈ പറയുന്ന സാമ്പിളിംഗ്.
പോപ്പുലേഷൻ സർവേ ആൻഡ് സാമ്പിൾ സ്റ്റഡി SA 280 380 വരും. അപ്പോൾ സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിങ്ങിന്റെ തിയറീസ്, പ്രോബിലിറ്റി നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് നിർബന്ധമായും പഠിക്കണം, SAക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് മൊഡ്യൂൾ നമ്പർ 2 നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, മൊഡ്യൂൾ നമ്പർ 2 ആണ് അതിനുശേഷം നോക്കണ്ടേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഡാറ്റ കളക്ഷൻ, പ്രൈമറി സെക്കൻഡറി, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ, ഒബ്സർവേഷൻ, പിന്നെ അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, ഇൻ്റർവ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി അതിൽ നിന്നും നമുക്ക് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. SAക്കും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ബേസിക്സ് നോക്കിയതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 2 മൊഡ്യൂൾ നമ്പർ 3 നോക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ വരേണ്ടത് മൊഡ്യൂൾ നമ്പർ 5. മൊഡ്യൂൾ നമ്പർ 5 നിങ്ങൾ റിപ്പോർട്ട്സിനെ പറ്റിയുള്ള ഏരിയാസിലോട്ടാണ് നെക്സ്റ്റ് പോകേണ്ടത്. റിപ്പോർട്ട് എന്താണ്, പ്രസൻറ്റേഷൻ, റിപ്പോർട്ട് റൈറ്റിംഗ്, ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്, കണ്ടന്റ്സ് ഓഫ് റിപ്പോർട്ട്സ്, ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട്സ്, ഇങ്ങനെയുള്ള ഈ ഏരിയാസ് നോക്കുക. പ്ലേജറിസം വരെ ഇതിൽ നിന്നൊരു essay വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുള്ളതെങ്കിലും അതിൽ നിന്ന് എല്ലാ ചോദ്യങ്ങളും പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് 5 ഈ ഏരിയ ആണ്. അതിനുശേഷം ഡാറ്റ പ്രോസസ്സിംഗിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ എഡിറ്റിംഗ് എന്താണ്, ക്ലാസിഫിക്കേഷൻ, 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ്, 3 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും വരാം, കോഡിങ്, ടാബുലേഷൻ, ഈ ബൈവേരിയേറ്റ് അനാലിസിസ്, യൂണിവേരിയേറ്റ്, ഈ തിയറീസ് ഒക്കെ നോക്കിയിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 4 കിടക്കാം. അതിൽ വാരിയബിൾ എന്താണ്, അട്രിബ്യൂട്ട്സ്, അതിൽ ഈ പറയുന്ന സ്കെയിലിംഗ് ടെക്നിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്, അതൊക്കെ നിങ്ങൾക്ക് അതിന് ശേഷം നോക്കാം. ഡിക്കോഡം സ്കെയിൽ, പലതരത്തിലുള്ള സ്കെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ള സിമ്പിൾ തിയറി കാര്യങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, മൊഡ്യൂൾ നമ്പർ 1 വന്നിട്ട് നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ ടൈപ്സും അതിനെ പറ്റിയുള്ള ഡെപ്തിലുള്ള ഏരിയാസ്, അതൊക്കെ പിന്നെ നിങ്ങൾ ലാസ്റ്റ് നോക്കാം. ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട്സ് ഈ മൊഡ്യൂൾ നമ്പർ 1 പെൻഡിങ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നോക്കുക. ആൻഡ് ഫൈനലി വേണമെങ്കിൽ നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ ആ പ്രോബ്ലംസിൻ്റെ കാര്യങ്ങളോ അതൊക്കെ നോക്കി അവസാനിപ്പിക്കാം. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതല്ലാണ്ട് ഓർഡറിൽ പഠിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പഠിക്കേണ്ടി വരും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാമിന് വരണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഓർഡറിലായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരാം. ബേസിക്സ് ഞാൻ നോക്കാൻ പറഞ്ഞത് നോക്കുക, സാമ്പിളിങ്ങിന് ഫോക്കസ് കൊടുക്കുക, ഡാറ്റ കളക്ഷൻ, പ്രൈമറി സെക്കൻഡറി, റിപ്പോർട്ട് റൈറ്റിംഗ്, ഇത്ര ഏരിയാസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു 60% മാർക്കിനേക്കാൾ എബവ് ലഭിക്കും. അതിനുശേഷം മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിങ്, ദെൻ പെൻഡിങ് ഉള്ള പിന്നെ ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ടാബുലേഷൻ, പെൻഡിങ് ഉള്ള മൊഡ്യൂൾ നമ്പർ 1 ഏരിയാസ്, പിന്നെ പ്രോബ്ലം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. പ്രോബ്ലം സ്കിപ്പ് ചെയ്താലും നോ പ്രോബ്ലം. ഓക്കെ, സോ ഈ ഒരു അപ്രോച്ച് പഠിക്കുമ്പോൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റിസൾട്ട് മെത്തഡോളജി മിക്കതും ഒരു മീഡിയം ടൈപ്പ് എക്സാം ആയിട്ടാണ് വരിക. ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാനും സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. തിയറി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 3 സബ്ജക്ട്സിൻ്റെ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പെഷ്യലൈസേഷൻസിൻ്റെ ആണ്. അതിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള 2 സബ്ജക്ട്സിൻ്റെ ആണ് ഇനി പെൻഡിങ് ഉള്ള. സോ 2 സബ്ജക്ട്സിൻ്റെയും വീഡിയോസായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.